നമുക്കറിയാമല്ലോ, ആ സമുദായത്തിനകത്ത് മതമൗലികവാദമുണ്ട്. അക്കാര്യത്തിലൊന്നും ഒരു സംശയവും വേണ്ട. ഇവിടെ ഒരു തിരുത്തുണ്ട്. മതമൗലികവാദം എന്ന വാക്ക് രണ്ട് രീതിയിൽ വിവക്ഷിക്കപ്പെടാറുണ്ട്. ഒന്ന്, അത് ഭീകരവാദമാണ്, തീവ്രവാദമാണ്, മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്യലാണ്. അതിൻ്റെ ഒരു ബേസാണ് മതമൗലികവാദം എന്ന അർത്ഥത്തിലാണ് പൊതുവെ അത് വിവക്ഷിക്കപ്പെടാറുള്ളത്. അങ്ങനെയാണ് വിവക്ഷിക്കപ്പെടുന്നത് എങ്കിൽ അതിനെ നമ്മൾ ഒട്ടും അംഗീകരിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരാശയമുള്ള മതമൗലികവാദം എന്ന് പറയുന്നത് നമ്മൾ തിരസ്കരിക്കപ്പെടേണ്ടതാണ്. എന്നാൽ ഒരു കാര്യത്തെ മൗലിക സ്വഭാവത്തോടു കൂടി സ്വീകരിക്കുക എന്ന അർത്ഥത്തിൽ നമ്മൾ അതിനെ ആ വാക്കിനെ സ്വീകരിക്കുകയാണ് എങ്കിൽ അതിനെ നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട്. കാരണം ഏത് വിഷയവും മൗലികമായ സ്വഭാവത്തിൽ അതിനെ ഉൾക്കൊള്ളുക എന്നൊരു തെറ്റായ കാര്യമേ അല്ല. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഭരണഘടനയിൽ തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ട്. അതിൻ്റെ ഇതിന് സാധാരണ മതമൗലികവാദം എന്നതിന് ഫണ്ടമെൻ്റലിസം എന്നാണ് സാധാരണ പറയാറുള്ളത്. എന്നാൽ ഈ ഭരണഘടനയുടെ ഈ വിഷയത്തിൽ വരുമ്പോൾ അതിൻ്റെ അർത്ഥം ഒരിക്കലും തന്നെ നെഗറ്റീവായ അർത്ഥമല്ല. അത് ഏറ്റവും മൗലികമായ അവകാശങ്ങൾ, ഏറ്റവും മൗലികമായ കടമകൾ എന്ന അർത്ഥമേ നമ്മൾ അവിടെ വിചാരിക്കുന്നുള്ളൂ. അപ്പോൾ ആ അർത്ഥത്തിൽ മതത്തിൻ്റെ മൗലിക സ്വഭാവത്തോടു കൂടി അതിനെ ഉൾക്കൊള്ളുക എന്നതാണ് മതമൗലികവാദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിനെ നമ്മൾ അംഗീകരിക്കുന്നു. എന്നാൽ മതമൗലികവാദം എന്ന് പറഞ്ഞുകൊണ്ട് അത് ഭീകരവാദമാണ്, തീവ്രവാദമാണ്, അത് മറ്റുള്ളതിനെ ഇല്ലായ്മ ചെയ്യുന്ന മാനസികാവസ്ഥയാണ് എന്നതിനെ നമ്മൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട്, മതമൗലികവാദം എന്നത് മുസ്ലിം സമുദായത്തിൽ അതിശക്തമാണ് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം അതിനെ നെഗറ്റീവായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ ടോണിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നൊരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ആ ഒരു അർത്ഥത്തിൽ തന്നെ അതിനെടുത്താൽ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങളിൽ വളരെ വ്യാപകമായ രീതിയിൽ ഉണ്ട് എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ആ പദപ്രയോഗം സൂക്ഷ്മമല്ല. കാരണം ഒരു ന്യൂനപക്ഷമാണ് ആ രീതിയിൽ ചിന്തിക്കുന്നവർ എന്നതാണ് കേരളത്തിൻ്റെ ഒരു ഇതുവരെയുള്ള ഒരു സാഹചര്യം നമുക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഒരു മതനിരപേക്ഷ സമൂഹമായി ഇന്നും കേരള സൗഹാർദ്ദത്തോടു കൂടി മുന്നോട്ട് പോകുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്.